അരിക്കൊമ്പനാണ് ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും പൊതുവായി കത്തി നിൽക്കുന്ന ഒരു സംസാര വിഷയം. നേരത്തെ അരിക്കൊമ്പൻ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളായിരുന്നു സംസാരം. പിന്നീട് മയക്കുവെടിയും കാടുമാറ്റലുമായിരുന്നു. പിന്നീട് അരിക്കൊമ്പന് കാട് മാറിയതിൽ ഉണ്ടായ വിഷമമായിരുന്നു. പിന്നെ അരിക്കൊമ്പൻ ക്ഷീണിതനാണ് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ സംസാരം. അരിക്കൊമ്പൻ്റെ ഒരു ചിത്രം സഹിതമായിരുന്നു ഈ പ്രചാരണം. ഈ പ്രചാരണം തള്ളി തമിഴ്നാട് വനം വകുപ്പ് രംഗത്ത് വന്നു. ഇതിനിടെ തമിഴ്നാട് വനത്തിലുള്ള അരിക്കൊമ്പനെ ഇനി മയക്കുവെടി വെക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് ചിലർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതി ഒരു സുപ്രധാന നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ അനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹർജി നൽകിയത്. എന്നാൽ ഹർജി അടുത്ത മാസം 6-ന് പരിഗണിക്കാം എന്ന് പറഞ്ഞ സുപ്രീം കോടതി അത്രയും നാൾ ആനയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും ആനകൾ ശക്തരാണ് എന്നുമാണ് നിരീക്ഷിച്ചത്. അരിക്കൊമ്പന്റെ ആരോഗ്യനില മോശമാണെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നും സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരായ ദീപക് പ്രകാശും ദിവ്യാംഗന മാലിക്കും ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഹർജി 6-ന് പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അരിക്കൊമ്പന് ചികിത്സയും മരുന്നും ഉറപ്പാക്കാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നിലധികം തവണ മയക്കുവെടിയേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, ഏറെ പരിക്കുണ്ട്. നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലവുമായി അരിക്കൊമ്പൻ ഒത്തുപോകുന്നില്ല. ആനത്താരകളും ആനകൾ കഴിയുന്ന പ്രദേശങ്ങളും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതി രൂപവൽക്കരിക്കണം എന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്നതിനും വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. എന്തായാലും കോതയാറിൽ സുഖമായിരിക്കുന്ന അരിക്കൊമ്പന്റെ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ തമിഴ്നാട് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഏതാനും ദിവസമായി കോതയാർ ഡാമിന് സമീപമുള്ള കാട്ടിൽ അരിക്കൊമ്പൻ തുടരുകയാണ്. ഇതോടെ കേരളത്തിലേക്ക് ആന കടക്കുമോ എന്ന അതിർത്തി ഗ്രാമങ്ങളിലെ ആശങ്ക അല്പം കുറവായിട്ടുണ്ട്. ഭക്ഷണവും വെള്ളവും ധാരാളമുള്ള പ്രദേശത്താണ് നിലവിൽ അരിക്കൊമ്പൻ ഉള്ളത്. ഇതേ സ്ഥലത്ത് മറ്റാനകളും ആനക്കൂട്ടങ്ങളുമുണ്ട്. ഇവരുമായി ചങ്ങാത്തത്തിനൊന്നും അരിക്കൊമ്പൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്.